അങ്ങനെ 3 വർഷത്തിന് ശേഷം ബിനീഷ് കോടിയേരിക്ക് CPM-ലേക്ക് അംഗത്വം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതിനൊരു സന്ദർഭം വേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 തവണയാണ് ബിനീഷ് കോടിയേരി കൊടുത്ത തിരികെടുക്കണമെന്നുള്ള അപേക്ഷ ഇവർ തള്ളിയത്. ഇപ്പോൾ പിണറായി വിജയനെ നേരിട്ടിടപെട്ട് പിണറായി വിജയനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. MP ഗോവിന്ദൻ്റെ അടുത്ത് പറഞ്ഞെന്നാണ് അവിടെ തന്നെ മെമ്പർഷിപ്പ് കൊടുത്തേക്കണമെന്ന്. ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പോസ്റ്റ് കണ്ടു. ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം എടുത്തു കൊടുത്ത ED-ക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീനാദേവി. പിന്നീട് പലരും ആ പോസ്റ്റിലെ വാചകങ്ങൾ അടിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ല, മാത്രമല്ല ഈ സമയത്ത് ഇപ്പോൾ പാർട്ടി ഈ വീണ വിജയന് വേണ്ടി ഇത്രയും സജീവമായി രംഗത്തിറങ്ങുമ്പോൾ അന്ന് എന്തുകൊണ്ട് ഇത് പിന്നെ ബിനീഷിന് വേണ്ടി ഇറങ്ങിയില്ല? ബിനീഷിന് അതൊരു പ്രശ്നം വന്നപ്പോൾ അതൊക്കെ നിയമപരമായ കാര്യമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ സ്ഥാപനമാണ്, അവർ നോക്കിക്കോളും, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാലാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്ത അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ്. ഈ 2020-ലാണെന്ന് തോന്നുന്നു. അതെ 2020-ലാണ് ബാംഗ്ലൂരിലെ ഒരു ലഹരിമരുന്ന് കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്ത പുറകെ ബിനീഷിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കും. ED റെയ്ഡ് നടക്കുമ്പോൾ വലിയ കോലാഹലമൊക്കെ നടന്നു. അത്യാവശ്യം ഇതുപോലെ പാർട്ടി വന്ന് ബഹളം വെച്ചില്ലെന്ന്. അങ്ങനെ അതിന് പിന്നാലെ ഈ റെയ്ഡിനെ ഇവരെല്ലാം തള്ളിപ്പറഞ്ഞത് റെയ്ഡിനെ അല്ല, ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന് വരെ തള്ളിപ്പറയേണ്ടി വന്നു. അതെ, അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി. അദ്ദേഹം കൃത്യമായ നിലപാട് പറഞ്ഞു. അതിൻ്റെ വ്യക്തിയുടെ കാര്യമാണ്. അതെ, എന്നൊന്നും പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം മാറി നിന്നു, ആ അന്തസ്സ് കാണിച്ചു. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിന്നു. അതിനുശേഷം ബിനീഷിനെ പുറത്താക്കുന്നു. അപ്പോഴാണ് പിന്നീട് ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ബിനീഷ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഇലക്ഷനുമൊക്കെ അടുപ്പിച്ച് അങ്ങനെ 4 തവണയായിട്ട് എന്തായാലും അയാളെ അപേക്ഷ കൊടുത്തിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ഉയർന്നതാണ്, എന്തുകൊണ്ട് ബിനീഷ് കോടിയേരി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതിന് ഈ MP ഗോവിന്ദൻ നൽകിയ മറുപടി ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങാണ്ട് ബിനീഷിനെ എനിക്ക് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ തീരുമാനം എടുക്കാന്നുള്ളതായിരുന്നു. അതായത് MP ഗോവിന്ദനും പിണറായി വിജയനും ചേർന്ന ഒരു അച്ചുതണ്ടാണ് ബിനീഷ് കോടിയെ ഒതുക്കി വെച്ചിരുന്നത്. പക്ഷേ അതിനിട്ടുള്ള മറുപടിയായിരുന്നു ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ED-ക്ക് എതിരെ നടന്ന വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ പിണറായി വിജയൻ പോലും അറിയാതെയാണ് ഈ അക്രമം നടന്നിട്ടുള്ളത്. പാർട്ടിയിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ അക്രമം നടന്നതിന് വലിയ ദുരൂഹതയുണ്ട്. അത് പിണറായി കിട്ടി കൊടുത്ത പണിയാണ് എന്ന് തന്നെയാണ് വലിയൊരു വിഭാഗം പിണറായിയുടെ അനുയായികൾ. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, അറസ്റ്റിലായവർ മുഴുവൻ ബിനീഷ് കോടിയേരിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള CPM-ന്റെ നേതാക്കളാണ്. ബിനീഷ് കോടിയേരി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത്. ബിനീഷ് കോടിയേരിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് അറിയപ്പെടുന്ന ആൾക്കാരാണ് എല്ലാം. അതെ, തലസ്ഥാനത്തെ ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന്റെ അറസ്റ്റിലായിട്ടുള്ളത്. അത് പോട്ടെ, ഈ ED റെയ്ഡിലേക്ക് നയിച്ച പരാതി വന്നിരിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ സഹപ്രവർത്തകനിൽ നിന്നാണ്. അതായത് ഒന്നിച്ച് ഒരു വക്കീൽ ഓഫീസ് നടത്തുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജിന്റെ മകൻ. അതുപോലെ ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും ലോ അക്കാദമിയിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്, സഹപാഠികളാണ്. ഇതിന് ശേഷമാണ് ശരിക്കും ഈ CMRL-ന്റെ കരിമണൽ കർത്തായുടെ എന്താ പറയുന്നത്, എതിരായിട്ടുള്ള പരാതി തുടങ്ങുന്നത് വേറൊരാളാണ്. എറണാകുളത്തുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഗിരീഷ് എന്നാണ് അയാളുടെ പേര്. ഗിരീഷ് അയാൾ മരിക്കുന്നു. അയാൾ ദുരൂഹസാഹചര്യത്തിൽ 47-ാം വയസ്സിൽ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. അതിനുശേഷം ഈ കേസ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ തുടർന്നുകൊണ്ടുപോയി. ആ അഭിഭാഷകനും ഇതുപോലെ ദുരൂഹസാഹചര്യത്തിൽ മരിക്കുന്നു. മാത്രമല്ല, ഞാൻ പേരങ്ങ് മറന്നു, മുമ്പൊരിക്കലും ഒരു വിവരാവകാശ പ്രവർത്തനം ഇതുപോലെ സ്ഥിരമായി ഇത്തരക്കാർക്കെതിരെ കേസ് കൊടുത്ത ഒരാൾ ദുരൂഹമായ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനകത്തെല്ലാം ദുരൂഹത നിലനിൽക്കുക. അങ്ങനെയാണ് ഷോൺ ജോർജ് ഇത് രംഗത്ത് വരുന്നതും ഈ SFIക്ക് പരാതി കൊടുക്കുന്നതും ED-ക്ക് പരാതി കൊടുക്കുന്നതും. ED നേരിട്ട് എടുക്കുമായിരുന്നു, പരാതി എല്ലാവരും. അത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ PC ജോർജിൻ്റെ മകന് മാത്രമേ സാധിക്കൂ. ബോൾഡായിട്ട് ഇറങ്ങി എന്നാൽ ഈ ആരൊക്കെ പ്രലോഭനം നീട്ടിയാൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാലൊന്നും വഴങ്ങാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചങ്കുറപ്പ് ഈ അച്ഛനും മകനുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇദ്ദേഹം ബിനീഷ് കോടിയേരിയാണ് ഇതിൻ്റെ രേഖകൾ മുഴുവൻ സമാഹരിച്ച് ഈ ഷോൺ ജോർജിന് കൊടുത്ത് ഷോൺ ജോർജിനെ പരാതിക്കാരനാക്കി ഈ ഫൈറ്റ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള വിവരം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ പിടികിട്ടി കാണും. CPM-ലെ ദുരന്തർ 2 ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ദുരന്തർ 1 എന്ന് പറയുന്നത് ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പം മടങ്ങി പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന് പിന്നാലെ അടുത്ത മകൻ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ദുരന്തർ 2, അയാൾ പണി തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം ഇയാളെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത്. സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, ഒരു കാരണവശാലും അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരാളല്ല. പക്ഷേ മകളുടെ വിഷയം വന്നപ്പോഴാണ് ഇനി എന്ത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് എന്ന് നിലപാടെടുക്കുകയും
അതനുസരിച്ച് ഈ നടപടി പിൻവലിക്കാം, CA പാർട്ടിയിൽ എടുക്കാനും പറഞ്ഞത്. ഈ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഈ ഒരു ദൗർബല്യം നന്നായിട്ട് അറിയാവുന്നുള്ള പാർട്ടിയിലെ പിണറായി വിരുദ്ധർ തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തി. അല്ല, ഈ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ആ ആക്രമണമുണ്ടല്ലോ, അതെ, അതൊരിക്കലും പാർട്ടിയുടെ അജണ്ട ആയിരുന്നില്ല. ഇവർ പ്രതിഷേധിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചറിയാം, വേറെ എവിടെയൊക്കെ റെയ്ഡ് നടന്നു, റിയാസിൻ്റെ വീട്ടിൽ നടന്നു, പിണറായി വിജയൻ്റെ കണ്ണൂരിലെ വീട്ടിൽ നടന്നു, എല്ലാവരും മുമ്പിൽ വന്നിരുന്ന് പ്രതിഷേധിച്ചിട്ട് പോവുകയായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം ഇത് കാര്യങ്ങൾ കൈ നിൽക്കാതെ പോയി. അതിൻ്റെ കാരണം എന്താണ്? ഇതിനകത്ത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായി. അവര് വന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്ത് ED പ്രകോപിപ്പിക്കുകയോ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയോ ചെയ്തില്ലെങ്കിൽ പിണറായി വിജയനും മകളും ഈസിയായിട്ട് ഊരിപ്പോകും എന്നുള്ളത് അറിയാമായിരുന്നു. ഏതായാലും ഇവിടെ കിടന്ന് ഇത്രയും വലിയ പ്രതിഷേധിച്ച് ഇന്നലെ കേട്ട വളരെ രസകരമായ കാര്യം, സത്യമാണെന്ന് എനിക്കറിയില്ല, ഡൽഹിയിൽ പ്രതിഷേധിച്ച നമ്മുടെ MA ബേബി സഹാവിനെയും ജയിക്കിനെയെല്ലാം പോലീസ് ഒരു ബസ്സിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടല്ലോ, അദ്ദേഹത്തെ ബസ്സിൽ കയറ്റിക്കൊണ്ട് 54 കിലോമീറ്റർ അപ്പുറത്ത് കണ്ട സ്ഥലത്ത് ഇറക്കി വിട്ടു. അത് പറയപ്പെടുന്നു. പിന്നെ അവിടെ വന്നു എന്ന് അറിഞ്ഞില്ലേ? അവിടെ നിന്ന് ഇത് പഴയ ഒരു സിനിമയിൽ ഈ സീൻ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച ഒരു പടമുണ്ട്, റഹ്മാനും കളിയിൽ അല്പം കാര്യം. അതിൽ ആദ്യം ജഗതി ഈ റഹ്മാനെ വഴിതെറ്റിക്കുന്നുണ്ട്. വഴിതെറ്റിച്ച് കഴിഞ്ഞ് ഈ റഹ്മാൻ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ, ഈ ആളിനെ ഒരു പരിചയമില്ലാത്ത പോലെ വിളിച്ച് വണ്ടിയുടെ പുറകെ കയറ്റിയിട്ട് നേരെ കൊണ്ടുപോയി അവിടുന്ന് ഒരു 100 മൈൽ അപ്പുറത്ത് കൊണ്ട് ഇറക്കി വിടും. എന്നിട്ട് നടന്നു വന്നോളാം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. MA ബേബിയെ ജയിക്കിനെ പോലെയുള്ള ഒരു യുവ തുർക്കി, ആ ജയിക്ക് മുടിയൊക്കെ വെട്ടി വേറൊരു ശൈലി, ഇത് ആരാണെന്ന് പോലും ആദ്യം മാധ്യമപ്രവർത്തകർ പിടികിട്ടിയില്ല. ലുക്കിലാണ് വന്നത്. അതെ, JNUവിലാണ് ഇപ്പൊ പഠിക്കുന്നത് അല്ലയോ? ഒന്നും അറിയില്ല. അതെ, എന്താണെങ്കിലും ഇവിടെ ഒക്കെ നടന്നതുപോലെ അല്ലാതെ തിരുവനന്തപുരത്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നു. ആ ആക്രമണം ഒരിക്കലും പാർട്ടിയുടെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആക്രമണം നടന്നു കഴിഞ്ഞാണ് ഈ നേതാക്കൾ ഞെട്ടുന്നത്. അതെ, ഇപ്പം അതിനുള്ള പരിഹാരക്രിയയായിട്ട് ആണ് ബിനീഷ് കോടിയേരിയെ എടുത്തിരിക്കുന്നത്. കാരണം ഇനി ബിനീഷ് കോടിയേരിയെ എടുത്തില്ലെങ്കിൽ സംഗതി കൂടുതൽ മെനക്കെടാവും എന്നുള്ള സത്യം മനസ്സിലാക്കി. കാരണം ഈ സന്ദേശ സിനിമ അതിൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അന്നേ സിനിമയിൽ അതിൽ ഒരു കഥാപാത്രമാണ് KP പൊതുവാൾ, നമ്മുടെ മാമുക്കോയ, മണ്ഡലം പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ഒരു ആപത്ഘട്ടത്തും അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിന്ന് ജീവൻ കൊടുത്തും എൻ്റെ ജീവൻ രക്ഷിക്കൂ എന്ന്. മണ്ഡലം പ്രസിഡന്റ് അതാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചുറ്റും കൂടി നിന്നിട്ട് നിങ്ങൾ എന്നെയും എൻ്റെ മകളെയും രക്ഷിക്കും. ആദ്യം എൻ്റെ മകളെ രക്ഷിക്കൂ, പിന്നെ എന്നെ രക്ഷിക്കൂ. എന്താണെങ്കിലും വെളിയിൽ നിന്ന് ബിനീഷ് കോടിയേരി നടത്തിയ പണിയിൽ ഇത്രയും ആകാമെങ്കിൽ പാർട്ടിക്ക് അകത്ത് വന്ന് ഇനി ബിനീഷ് കോടിയേരി നടത്തുന്ന പണിയിൽ എന്തൊക്കെ പണി പിണറായി വിജയനും MV ഗോവിന്ദനും കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു. അതാണ് പിണറായി വിജയൻ വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. കാര്യം രക്ഷയില്ല, എല്ലാം പിടിവിട്ടുപോയി. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് ഇവരെല്ലാവരും പണക്കം തീർത്ത് ഇത്രയും ദിവസം ചെയ്തതൊക്കെ ലേലിയുള്ളു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരൊക്കെ തിരിച്ചെടുത്ത് എല്ലാ പ്രശ്നവും പരിഹരിച്ച് എൻ്റെ മോളെ ജയിലിലാക്കാൻ നോക്കുക. അതാണ് പുള്ളിയുടെ പ്രധാന ലക്ഷ്യം. ക്യാപ്റ്റൻ സ്ഥാനം അദ്ദേഹം ഒഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ക്യാപ്റ്റൻ സ്ഥാനം, കാരണം മകൾ അറസ്റ്റിലായാൽ അതോടുകൂടി പിണറായി വിജയൻ തീർന്നു. അയാൾ അതോടുകൂടി വീഴും. നമുക്കറിയാം, പാവം കോടിയേരി ബാലകൃഷ്ണൻ, അയാൾക്ക് ഒരു മുഖ്യമന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ബിനീഷിനെതിരായിട്ടുള്ള പണി വന്നത്. ആ മനുഷ്യൻ അവസാനം എന്താണ്, പുറമേ അദ്ദേഹം മകനെ തള്ളി പറഞ്ഞില്ല, അദ്ദേഹം ഭയങ്കര മക്കളോട് സ്നേഹമുള്ള ആളാണ്. ഈ പിണറായി വിജയനെ പോലെക്കാളും മക്കളോട് സ്നേഹമുള്ള ആളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ എന്താ പറയുന്നത്, അതിന് ശാരീരിക ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ തന്നെ മാനസികം തളർന്നു പോയി കാണും. പെട്ടെന്ന് നമുക്ക് എപ്പോഴും നമുക്ക് ശരീരത്തിൻ്റെ അസുഖം വരുമ്പോൾ നമ്മൾ മാനസികം തളർന്നു പോയാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്നാണ് മരണമടയുന്നത്. ഈ സമയത്ത് ഈ ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ അറിയാവുന്ന ആളാണ്. ബിനീഷ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഈ പറയുന്ന പോലെ നല്ല വ്യക്തമായിട്ട് കളി അറിയാവുന്നവരാണ്. ആ ബിനീഷിന് നേരെ ഉയർന്ന എതിർപ്പുകളെ അല്ലെങ്കിൽ അപകടങ്ങളെ അയാൾ തന്നെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് അത് എല്ലാവർക്കും അറിയാം. അതിന് ബിനീഷ് കോടിയേരി അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ, അദ്ദേഹം വരുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കേട്ടാൽ അതിനകത്തെല്ലാം ഒരു ഒളിയമ്പുണ്ട്. ആ ഒളിയമ്പ് വെച്ചിട്ടാണ്. എന്താണെങ്കിലും പുറത്തു നിന്ന ബിനീഷ് കോടിയേരി ഇത്രയും അപകടകാരിയാണെങ്കിൽ അകത്ത് കയറിക്കഴിയുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു ആറ്റം ബോംബായി മാറും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.